ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ കാടുകളിൽ അത്യപൂർവമായി ഒരു കായ ഉണ്ടാവില്ല, ഒരു പഴം. അത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ആ കായയെക്കുറിച്ച് നമുക്ക് എല്ലാ വിവരവും തന്നിരിക്കുന്നത് ഈ രവി എന്ന് പറഞ്ഞ ആളാണ്. ചേച്ചിയേട്ടാ ഒന്നും കൂടി തിരിഞ്ഞ് നമുക്ക് പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. അപ്പോൾ കാടാണ്, അപ്പോൾ അധികം സംസാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് മെല്ലെ കാഴ്ചകളൊക്കെ കണ്ടു പോവാം, അധികം സംസാരിക്കാതെ. ഓക്കെ. അപ്പോൾ രവി, നിങ്ങൾ ഈ സാധനം സ്ഥിരമായിട്ട് കഴിക്കുന്നതല്ലേ? ആ സീസണിൽ ഉണ്ടാകുമ്പോൾ ആ പഴങ്ങൾ മാത്രമല്ല, മൊത്തത്തിലുള്ള എല്ലാ കാട്ടുപഴങ്ങളും അല്ലേ കഴിക്കൂലേ? പിന്നെ മീനും, പുഴയിലുണ്ടായിരുന്ന മീൻ, അങ്ങനത്തെ കാര്യങ്ങൾ. ബ്രോയിലർ ചിക്കൻ അങ്ങനത്തെ ഒക്കെ കുറവല്ലേ? ബീഫ് ഒക്കെ കുറവല്ലേ? ഓക്കെ ഓക്കെ ആയിരിക്കും നിങ്ങളെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അതെ അതെ. ഓക്കെ. നല്ല ഫ്രഷ് എയർ. ഓക്കെ. അടിപൊളി വ്യൂ ആണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ വ്യൂ ആണ് ഈ കാണുന്നത്. ഇല്ലേ, ഒരു പുഴ, നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. നല്ലൊരു തോടുണ്ടല്ലേ ഇവിടെ? വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്നതല്ലേ? ആൾ താമസമൊന്നുമില്ലല്ലേ മേലോട്ട്? വീടുകളോ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ വൃത്തിയുള്ള വെള്ളമായിരിക്കും. ഇത് കുടിക്കാൻ പറ്റിയില്ല, ലോകത്ത് വേറെ വെള്ളം കുടിക്കാൻ പറ്റില്ല വിശ്വസിച്ച്. അതെ അതെ, രോഗം വരികയല്ല. നാട്ടിലെ വെള്ളം കുടിച്ചാലാണ് രോഗങ്ങൾ വരിക. ഇത് കുടിച്ചാൽ എല്ലാം മാറിപ്പോകും. ഇലകളും വേരും, ഇപ്പോൾ സൈഡിലുള്ള മരത്തിൻ്റെ വേരും എല്ലാം കൊണ്ട് നല്ല മിനറൽസ് ഒക്കെ ഉള്ള വെള്ളമായിരിക്കും അല്ലേ? നമ്മൾ എത്താനായോ? ഇത് ഈ പാട് കാണുന്നത് എന്താണ്? ഈ മരത്തേല് കറയൊക്കെ ഒളിച്ചിരിക്കുന്നതൊക്കെ കടുവയല്ലേ? നഖം കടുവയായിരിക്കില്ല, എന്നാ മരത്തിൽ കയറുന്ന പുലിയായിരിക്കും അല്ലേ? പുലി കയറുന്ന അല്ലേ? പാക്കത്തേക്ക് ആക്കിയതല്ലേ? ഇതെന്ത് മരമാണ്? അതാണ് ആ പുലി കയറിപ്പോയ വഴിക്ക് മൊത്തം കറ ഒലിച്ചിരിക്കുക അല്ലേ? എന്ത് മരം ഇത്? ആനൊരുമി. അവിടേക്ക് ഇതെന്താ സംഭവം? കടുവേൻ്റെ കാട്ടോ? കടുവയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ കടുവയും പുലിയൊക്കെ ഉണ്ട് ഇവിടെ സ്ഥിരമായിട്ട്. ഈ കാണുന്നത്, ഈ എല്ല് കാണുന്നതാണ് കടുവ. അങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എല്ലിന്റെ പൊടി ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഓക്കെ. എല്ലിന്റെ ഓക്കെ. നമ്മൾ എത്താനായോ? എന്താ മരത്തിന്റെ പേര്? ഇലിപ്പ അല്ലേ? ആ കാണുന്നല്ലേ? ഓക്കെ, നമുക്ക് പോയി നോക്കാം എന്നാലേ. വെള്ളം കുടിച്ച് പോവാം. ഓക്കെ. ഇത് കുടിക്കാം. നല്ല ക്ലീൻ വാട്ടർ ആണല്ലോ. ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്നുണ്ടോ ഇത് വെള്ളത്തിൻ്റെ ഒരു ക്ലിയർ? രവി പറഞ്ഞൊന്ന് വെള്ളം കുടിച്ചിട്ട് പോവാ. കുടിച്ചോ. ചില നാട്ടിലെ വെള്ളം കണ്ടാൽ കുടിക്കാൻ തോന്നും, ചില നാട്ടിലെ വെള്ളം കണ്ടാൽ ഛർദ്ദിക്കാൻ വരും. ഓക്കെ. ഇതെന്താ രവി സാധനം ഈ കയ്യിലുള്ളത്? ഞമണിക്കാന്ന് പറയും. എന്നാ? ഞമണിക്ക. കക്ക എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. അതിന്റെ ഒരു മോഡലാണ്. ശരി. ഇതെന്തിനാ പറ്റിയ? നല്ല ടേസ്റ്റാണ്. വേവിക്കോ? ഫ്രൈ ഉണ്ടാക്കിയ. ഇതെങ്ങനെ എടുക്കല് നിങ്ങള്? ഇത് ഇവിടെ മൂട് അങ്ങോട്ട് വെട്ടും. മൂട് വെട്ടും കത്തിക്ക്. പിന്നോട്ട് നല്ല തോണ്ടി ഇങ്ങോട്ട് എടുക്കുക. കുഴിഞ്ഞിട്ട്
പുഴുങ്ങിയിട്ട് നമ്മുടെ സാധാ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കുടിക്കും അല്ലേ? നല്ലതല്ലേ? ആ ശരി. പാറ പറ്റി പിടിച്ചിരിക്കുന്നതല്ലേ? ആണല്ലേ? നല്ല നല്ല സാധനം അല്ലേ? ഈ പുഴയിലൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ടല്ലേ? ആ ഉണ്ടല്ലേ. എത്താനായല്ലേ? ഏതാ മരം? ആ ആ ഈ കാണും. കായ് കുറവാണ്. ആ ആ പോയി നോക്കാം. അപ്പോൾ ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ഈ ഇലിപ്പക്കായ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ രവിച്ചേട്ടൻ കാണിച്ചു തന്നു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ കായ? ഈ കായ എങ്ങനെയാണ് നമ്മൾ കഴിക്കല്ലേ നിങ്ങൾ? ഈ കായ ഇത് പഴുക്കുമ്പോൾ കഴിക്കൂ. ഇപ്പം കഴിക്കാം അല്ലേ? ഇപ്പോൾ കഴിക്കാം. ഇതിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കാം അല്ലേ? ഒന്ന് കഴിക്കുമോ? മധുരമാണോ അല്ലെങ്കിൽ പുളിയാണോ? അത് സപ്പോർട്ടൻ്റെ സപ്പോർട്ടല്ലേ? അതിൻ്റെ അതേ ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ്. ഓക്കെ, ഞാൻ കഴിച്ചു നോക്കട്ടെ. കറക്റ്റായി. സപ്പോർട്ടേൻ്റെ ആ ഒരു മധുരവും ആ പൊടിയും അല്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട് ഏതായാലും. അപ്പോൾ നിങ്ങളൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം നല്ല വിറ്റാമിൻസ് ഉള്ള ഐറ്റംസ് ആണല്ലേ? ഓക്കെ ഓക്കെ. ഒന്ന് വിട്ടേക്കാം, നമുക്ക് ശരിക്കും പഴുത്തിട്ട് ഒരു ദിവസം വരാം അല്ലേ? ഓക്കെ ഓക്കെ. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ തിരിച്ചു വരികയാണ്. നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾക്ക് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു രവി. പ്രഷറോടൊരു ഓക്കെ.